ജോലി സമയവുമായിട്ട് ബന്ധപ്പെട്ട് സമീപകാലത്ത് ദീപിക പദുക്കോൺ ഒരുപാട് വിമർശനങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇപ്പോഴും അതിൻ്റെ കുറേ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതായത് 8 മണിക്കൂർ മാത്രമേ ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു സ്റ്റാൻഡ് എടുത്തതിന് ശേഷം വലിയ രീതിയിൽ സംവിധായകരുടെ ഭാഗത്തു നിന്നും ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ സിനിമകളിൽ നിന്ന് മാറ്റുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. ശരിക്കും ഈ സിനിമയിലാണെങ്കിൽ പോലും അങ്ങനെ ഒരു സമയം, അങ്ങനെ ഒരു ഷെഡ്യൂൾ ഒരു നടി ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ അവരെ തെറ്റു പറയാൻ പറ്റുമോ? ഒരിക്കലുമില്ല. കാരണം ഈ ദീപിക തന്നെ പറയുന്നുണ്ട് 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകൾ, ഒരുപാട് നടന്മാർ ഇന്ത്യൻ സിനിമയുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്ക് പറ്റുന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് നടിമാർക്ക് സാധിക്കുന്നില്ല എന്നുള്ളൊരു ചോദ്യമാണ്. മാത്രമല്ല, എന്തുകൊണ്ടാണ് ഈ 8 മണിക്കൂർ എന്നുള്ള ഒരു ആവശ്യം മുന്നോട്ട് വെച്ചത് എന്നുമായി ബന്ധപ്പെട്ടിട്ട് ദീപിക തന്നെ ഇതിന് മറുപടി കൊടുത്തിട്ടുണ്ട്. കാരണം ഇന്ന് അവരൊരു അമ്മയാണ് എന്നതാണ് അതിൻ്റെ പ്രധാനമായും ദീപിക ആദ്യം പറയുന്ന ഒരു കാര്യം. അപ്പോൾ അതിനായിട്ട് ദീപികയ്ക്ക് തൻ്റെ കുട്ടിക്കായി മാറ്റി വെക്കേണ്ട സമയമുണ്ട്, അതേപോലെ ജോലിക്കായി മാറ്റി വെക്കേണ്ട സമയമുണ്ട്. അപ്പം ദീപിക പറയുന്നത് ഒരുപാട് ക്ഷീണിച്ചാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഒരു മഹത്വവൽക്കരിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്ക് തരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ പണിയെടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഒരു കുറഞ്ഞ സമയത്ത് ആ 8 മണിക്കൂറെങ്കിൽ ആ 8 മണിക്കൂർ നമ്മുടെ പണിയെടുത്താൽ മതി എന്നതാണ്. ഇപ്പോൾ സിനിമ ആയതുകൊണ്ട് 24 മണിക്കൂറും അല്ലെങ്കിൽ അത്തരം 24 മണിക്കൂറും ഷൂട്ടിംഗ് നടക്കണം, അല്ലെങ്കിൽ അവർ അതിന് തയ്യാറായിരിക്കണം എന്നൊക്കെ പറയുന്നത് അതൊരിക്കലും അംഗീകരിക്കാൻ ഇന്നത്തെ സമൂഹത്തിന് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് ആവശ്യങ്ങൾ ഇപ്പം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ തന്നെ സ്ത്രീകൾക്ക് ഒന്ന് വാഷ്റൂമിൽ പോകാനോ അത്തരത്തിലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർ അഡ്രസ്സ് ചെയ്ത് വരുന്നത് കൊണ്ട് മാത്രമാണ് ഇതെല്ലാം മാറി മാറി വന്നത്. ഇന്ന് ദീപിക പദുക്കോൺ മുന്നോട്ട് വെച്ച ഈ കാര്യം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. 8 മണിക്കൂറിൽ കൂടുതൽ അവർ ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അത് അംഗീകരിക്കാൻ പറ്റില്ല. കാരണം എന്തിനാണ് ഒരു മനുഷ്യൻ 24 മണിക്കൂറും പണിയെടുക്കുന്നത് എന്ന് ചോദ്യം ഉയരുമല്ലോ. ഇത് സിനിമയുടെ കാര്യത്തിലേക്ക് വരുമ്പം പല ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പോൾ ചിലപ്പം മോർണിംഗ് ലൈറ്റിലായിരിക്കും ഷൂട്ട് ചെയ്യേണ്ടി വരുന്നത്, അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് ഷൂട്ടായിരിക്കും. ചില സമയത്ത് എല്ലാ താരങ്ങളുടെയും ഡേറ്റ് ഒരുമിച്ച് വരാത്തത് കൊണ്ടുള്ള ക്ലാഷ് ഉണ്ടാകും. അങ്ങനെയുള്ള കുറേ പ്രഷർ നമ്മൾ ഈ ടീമിൻ്റെ ഭാഗത്തു നിന്ന്, അതായത് സംവിധായകരുടെയും പ്രൊഡ്യൂസറുടെയും ഒക്കെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ അതേ സമയം തന്നെ വളരെ പ്രധാനമാണ് ഈ അഭിനയിക്കുന്ന വ്യക്തികളുടെ മെൻ്റൽ ഹെൽത്തും അതുപോലെ തന്നെ അവരുടെ ഫാമിലി, അവരെങ്ങനെയാണ് അതിൻ്റെ ഔട്ട്പുട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നൊക്കെയുള്ള കാര്യം. ഇപ്പോൾ ചിലപ്പം ഒരുപാട് ക്ഷീണിച്ച് എത്ര സമയം വേണമെങ്കിലും വർക്ക് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ഒരുപാട് പേരുണ്ടാകും. പക്ഷേ ദീപിക പദുക്കോൺ എന്ന് പറയുന്ന ഒരു നടി ഒരിക്കലും ഒരു സ്ട്രഗ്ലിംഗ് ഫേസിലുള്ള ഒരാളല്ല. ഒരു വിജയിച്ച, അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച നടിമാരിൽ ഒരാളായി തിരഞ്ഞെടുക്കപ്പെടുന്ന, എല്ലായിടത്തും ആ രീതിയിൽ പോപ്പുലർ ആയിട്ടുള്ള ഒരുപാട് മികച്ച സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾക്ക് ഈ സ്റ്റാൻഡ് എടുക്കുമ്പോൾ പോലും ഇത്രയും ബുള്ളിങ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സാധാരണ കുറച്ച് സിനിമകളിൽ അഭിനയിച്ചു വരുന്ന ഒരു നടി, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അവർ എത്രമാത്രം ഇത് ബുദ്ധിമുട്ടുന്നുണ്ടാകും. അങ്ങനെ ഒരിക്കലും ഡിമാൻഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അവർക്ക് പറയാലോ, ഇത്ര വലിയ നടിമാർ 10-14 മണിക്കൂർ ജോലി ചെയ്യുന്നു, നിങ്ങൾക്ക് നിങ്ങൾ വളർന്നു വരുന്നല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവരെ അടിച്ചമർത്താൻ പറ്റും. അതുകൊണ്ട് തന്നെ ദീപിക പദുക്കോൺ ഇപ്പോൾ എടുത്തിരിക്കുന്ന സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഒരുപാട് പേർക്ക് വലിയൊരു റിലീഫാണ്. പലരും പേടിച്ചിട്ട് അയ്യോ എന്നെ ഈ സിനിമയിൽ നിന്ന് മാറ്റിയാലോ എന്ന് പേടിച്ചിട്ട് ഇത് പുറത്ത് പറയാതിരിക്കുന്നുണ്ട്. ഇപ്പം നയൻതാരയുടെ വിഷയത്തിൽ തന്നെ ഇതേപോലെ തന്നെ സംഭവിച്ചിട്ടുണ്ട്. കൂടുതൽ സമയം വർക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നത് കൊണ്ടും അതുപോലെ തന്നെ. പക്ഷെ അതിലും വേറെ കുറേ ആസ്പെക്റ്റുകളുണ്ട്. നടിമാരുടെ കൂടെ വരുന്ന എത്ര എംപ്ലോയീസ് ഉണ്ടോ, അല്ലെങ്കിൽ കുട്ടികളെ നോക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ ഉള്ളത് പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ അത് സംവിധായകന് തീരുമാനിക്കാം. ഇത്രയും കാശ് കൊടുത്ത് എനിക്ക് ഈ നടിയെ വേണോ, അതായത് നയൻതാര ഒരു ബ്രാൻഡാണ്, അല്ലെങ്കിൽ ദീപിക പദുക്കോൺ ഒരു ബ്രാൻഡാണ്. അവരൊരു സിനിമയിലേക്ക് വരുമ്പം ആ സിനിമയുടെ ടോട്ടൽ ആയിട്ടുള്ള ഒരു പ്രൊമോഷനെ അത് എലവേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ സിനിമയുടെ തന്നെ ക്യാരക്ടറിനെ അതെങ്ങനെയാണ് എലവേറ്റ് ചെയ്യുന്നത് എന്നതൊക്കെ അതിൻ്റെ അകത്ത് പെടും. അപ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെമ്യൂണറേഷൻ ആകട്ടെ, മറ്റു കാര്യങ്ങളിലെ റെസ്പെക്റ്റ് ആകട്ടെ, അവർ പറയുന്ന കാര്യങ്ങളിലുള്ള തീരുമാനങ്ങളിൽ യോജിപ്പുണ്ടെങ്കിൽ അവരെ ആ സിനിമയിലേക്ക് എടുക്കുക, അതല്ലെങ്കിൽ ആ സിനിമയിൽ നിന്ന് അവരെ മാറ്റാനുള്ള എല്ലാം അത് സംവിധായകന്റെ കയ്യിലാണ്. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നത് കൊണ്ട് ഒരു കുഴപ്പമില്ല എന്നാണ് തോന്നുന്നത്. ഇവിടെ ദീപിക ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ 8 മണിക്കൂർ മാത്രം ജോലി ചെയ്യുന്ന നടന്മാർ ഇവിടെ ഒരുപാടുണ്ട്. അപ്പോൾ അവരത് ചെയ്യുന്നത് ഇന്ന് വരെ ചോദ്യം ചെയ്യപ്പെട്ടിട്ടില്ല. ഇപ്പോൾ ദീപിക ചെയ്യുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അതല്ലെങ്കിൽ ഒരു നടി ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അതുതന്നെയാണ് ഇപ്പം മലയാളം ഇൻഡസ്ട്രി ആയാലും ഇനിയിപ്പം മൊത്തം ഇന്ത്യയിൽ എടുക്കുകയാണെങ്കിലും അതിലെല്ലാം ഒരു നടി വന്നൊരു കാര്യം പറയുമ്പോൾ അത് മാത്രം ചർച്ചാ വിഷയമാവുകയും ആ നടിയെ മാറ്റി നിർത്തുകയും ചെയ്യുന്നത് ഇന്ത്യ ഒട്ടാകെ നടന്നു വരുന്നൊരു കാര്യമായി മാറുകയാണ്. ഇപ്പോൾ തുല്യവേതനം പറഞ്ഞാലും, ഇപ്പോൾ തുല്യവേതനത്തെ കുറിച്ചിട്ട് ഇപ്പം ഒരുപാട് പേര് സംസാരിച്ചിട്ടുണ്ട്, മലയാളത്തിലാണെങ്കിലും സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഇതൊന്നും അംഗീകരിക്കപ്പെടുന്നില്ല എന്നതാണ്.
ഈ തുല്യവേതനം എന്ന് പറയുമ്പോൾ അതിനും രണ്ട് ആസ്പെക്റ്റുകളുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് പോലെ ഒരു നടൻ്റെ പേര് കേട്ടാൽ തിയേറ്ററിലേക്ക് എത്തുന്ന ആളുകളെ പോലെ തന്നെ ഈ ഒരു നടിയുടെ പേര് കേട്ടാലും തിയേറ്ററിലേക്ക് ക്രൗഡ് പുള്ളിങ് ആണോ എന്നുള്ളൊരു കാര്യമൊക്കെ ഉണ്ട്. പക്ഷേ അതിനോടൊപ്പം തന്നെ എടുക്കുന്ന ജോലിക്ക് തക്കതായിട്ടുള്ള പ്രതിഫലം നൽകുക എന്നുള്ളതും വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് മാത്രം, അല്ലെങ്കിൽ ഇത്രയും നടിക്ക് ഇത്രയും തുക കൊടുക്കേണ്ടതില്ല എന്നതുകൊണ്ട് മാത്രം ഒരു നടിയെ എനിക്ക് തോന്നുന്നില്ല അത്രയും അവർ ആ കഥാപാത്രത്തിന് ആപ്റ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരു സംവിധായകൻ ഒരിക്കലും അവരുടെ റെമ്യൂണറേഷൻ മാത്രം നോക്കിയിട്ട് ഒരു നടിയെ മാറ്റാൻ പോകുന്നില്ല. അത് അത്രയും പ്രാധാന്യമില്ലാത്തൊരു കഥാപാത്രമാണ്. ആര് വേണമെങ്കിലും ചെയ്താൽ ആ കഥാപാത്രത്തിന് ഒരു മാറ്റവും ഇല്ലെങ്കിൽ അവർക്ക് അങ്ങനെ മാറ്റിക്കോട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ദീപികയുമായിട്ട് ബന്ധപ്പെട്ട് പ്രിയങ്ക ചോപ്രയുടെ കുറേ കമ്പാരിസൺ വരുന്നുണ്ട്. ഇപ്പോൾ ഈ ഒരു വാരണാസി എന്ന് പറയുന്ന രാജമൗലി ചിത്രത്തിലേക്ക് പ്രിയങ്ക ചോപ്ര എത്തുന്ന സമയത്ത് കുറേയധികം കമൻറ്റുകൾ, ആ കമൻ്റ് ഇടുന്ന ആളുകൾക്ക് സത്യം പോലും അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവർ പലരും പറയുന്നുണ്ട്, അതായത് ദീപിക പദുക്കോൺ വരേണ്ടിയിരുന്ന ഒരു സ്ഥലത്തേക്കാണ് പ്രിയങ്ക ചോപ്രയെ കൊണ്ടുവന്നിരിക്കുന്നത്. പ്രിയങ്ക ചോപ്ര അത്രയധികം ഡിമാൻഡുകൾ വെക്കാത്തത് കൊണ്ടായിരിക്കും. ദീപിക പദുക്കോണിന് ഇന്ന ഡിമാൻഡുകളുണ്ട്, കുട്ടിയെ നോക്കാൻ ആള് വേണം, ഇന്ന കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമൻറ്റുകൾ അതിൽ വരുന്നുണ്ട്. പക്ഷേ എനിക്കതിൽ തോന്നിയിട്ടുള്ളത് രാജമൗലി ചിത്രത്തിന് വേണ്ടിയിട്ട് അവരുദ്ദേശിക്കുന്നത് അതിനെ ഒരു ബ്രാൻഡാക്കി മാറ്റി കുറച്ചുകൂടി റീച്ചിലേക്ക്, കാരണം അത് കുറച്ചുകൂടി അന്റാർട്ടിക്ക, ആഫ്രിക്ക അത്തരത്തിലുള്ള റീജിയനിലെ കുറിച്ചൊക്കെ അത്തരത്തിലൊരു സിനിമയാണത്. അപ്പോൾ ഒരു ലോക സിനിമ എന്ന രീതിയിലേക്ക് മാറ്റുമ്പോൾ പ്രിയങ്ക ചോപ്രയെ പോലുള്ള ഒരു ഐക്കൺ അവിടെ ഉണ്ടാകുന്ന സമയത്ത് ആ സിനിമയ്ക്ക് കിട്ടുന്ന എലവേഷൻ വളരെ വ്യത്യസ്തമായിരിക്കും. പക്ഷെ അതുപോലും ദീപിക പദുക്കോണിനെ ഇകഴ്ത്തി കാട്ടാൻ വേണ്ടി അതൊരു ടൂളായി ഉപയോഗിക്കുന്ന ഒരുപാട് പേരെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഒരു റൈറ്റ്, അതായത് എത്ര മണിക്കൂർ നമുക്ക് ജോലി ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. ഇപ്പം എൻ്റെ ഹെൽത്ത് വെച്ചിട്ടോ അല്ലെങ്കിൽ എൻ്റെ മറ്റ് സാഹചര്യങ്ങൾ വെച്ചിട്ടോ ഒക്കെ ആയിരിക്കും ഞാൻ തീരുമാനിക്കുന്നത് എനിക്ക് ഇത്ര സമയം ജോലി ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. അവിടെ ചെല്ലുക, നമ്മുടെ കാര്യം പറയുക, അവിടുന്ന് പറ്റില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഇങ്ങനെ കളിയാക്കപ്പെടാനും അല്ലെങ്കിൽ അത് ചോദ്യം ചെയ്തതിൻ്റെ പേരിൽ പ്രശ്നത്തിലേക്കാകാനും, പക്ഷേ ആ ഒരു കാരണം കൊണ്ട് മാത്രം ഒരുപാട് സിനിമകളിൽ നിന്ന് ഒരാളെ മാറ്റി നിർത്തുക എന്നൊക്കെ പറയുന്നത് ശരിയായിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ദീപിക പറഞ്ഞിട്ടുള്ള ഈ ആവശ്യം മുന്നോട്ട് വെച്ച് ഇനി ഒരുപാട് ആളുകൾ മുന്നോട്ടേക്ക് വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാവർക്കും അത്തരം ഒരു ആവശ്യം ഉള്ളിലുണ്ടാകും. കാരണം ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം പീരീഡ്സ് ടൈമിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ ഇതെല്ലാം അവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം 8 മണിക്കൂർ ഷിഫ്റ്റ്, ആ ഒരു ഡ്യൂട്ടി ടൈം എന്നുള്ളത് അവർക്ക് അത്രയും ആവശ്യമുള്ള ഒന്നാണ്. അപ്പം ഇത് ഓൾറെഡി നടന്മാർ ഈ ഒരു ആനുകൂല്യം എടുക്കുന്നുണ്ടെങ്കിൽ അത് നടിമാർക്കും അത് അതേപോലെ തന്നെ ആ ഒരു 8 മണിക്കൂർ ഡ്യൂട്ടി കിട്ടേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒന്ന് തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പം നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുമ്പൊക്കെ കേട്ടിട്ടുണ്ട് രാത്രി ഷൂട്ട് ചെയ്യുന്നതിന് ഡബിൾ ബാറ്റ നൽകുന്നത്. അപ്പോൾ അങ്ങനെ ഇത്ര സമയത്തിന് ശേഷം ഷൂട്ട് ചെയ്യുമ്പോൾ തനിക്ക് ഇത്രയും തുക വേണം എന്ന് ആവശ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള തീരുമാനങ്ങൾ അവർ പറയുകയാണെന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ച് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പലപ്പോഴും ചില സമയത്ത് നമുക്ക് ഈ പറഞ്ഞതുപോലെ ടൈറ്റ് ഷെഡ്യൂളിൽ തീർക്കേണ്ടി വരും. അപ്പോൾ നമുക്കൊരു സിനിമയോടൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവുകയും ആ ഒരു സിനിമയിൽ നമ്മൾ അത്ര ഇന്നാവുകയും ചെയ്യുമ്പോൾ അതിനനുസരിച്ച് അവർ നിൽക്കാൻ തയ്യാറാവുകയാണെങ്കിൽ പ്രൊഡക്ഷനിൽ നിന്നുള്ള ആളുകളും അതുപോലെ സംവിധായകനും ഒക്കെ അവരെ സപ്പോർട്ട് ചെയ്യുക കൂടി വേണമെന്ന് എനിക്ക് തോന്നുന്നു. അതായത് ഒരു ദിവസം പകൽ ഇത്ര സമയമാണ് പറഞ്ഞത്, പക്ഷേ ലൈറ്റിങ്ങോ മറ്റു കാര്യങ്ങളോ കൊണ്ട് ഷൂട്ടിംഗ് നീണ്ടുപോയി. അപ്പോൾ അവർക്ക് വേറെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ വിട്ടുവീഴ്ച എന്തായാലും നടിമാരാണെങ്കിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പം ഞാൻ 8 മണിക്കൂറേ വർക്ക് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ പോലും ചിലപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കണ്ടാൽ അവർ തീർച്ചയായിട്ടും അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥത അത്രയൊക്കെ ക്രൂരമായിട്ട് ആരും സിനിമയോട് സമീപിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ള ആളുകൾ തന്നെയാണല്ലോ ഇൻഡസ്ട്രിയിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾ മുൻപേ തന്നെ സംസാരിച്ച് ഈ ഒരു രീതിയിലേക്ക് എല്ലാവർക്കും അതിനുള്ളൊരു ചോയ്സ് എടുക്കാനുള്ളൊരു സ്വാതന്ത്ര്യമുണ്ട്. അത് ജൂനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും എത്ര സീനിയർ ആർട്ടിസ്റ്റ് ആണെങ്കിലും ഒരേ രീതിയിൽ നമ്മൾ ഈ പറയുന്നത് പോലെ പേയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെയുള്ള സ്വാതന്ത്ര്യത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ ചോയ്സുകളെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ എല്ലാവർക്കും പറ്റട്ടെ എന്നാണ് വിചാരിക്കുന്നത്.